ഹായ് ഹലോ. കാറ്റത്തെ കിളിക്കൂട്ടിൽ ഇപ്പൊ നമ്മളെ സുഭാഷ് ചേട്ടന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിധിയും അനിയന്മാരും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ. എന്തായാലും നിധിക്ക് എങ്ങനെയെങ്കിലും നമ്മളെ സുഭാഷ് ചേട്ടന് ഒരു കല്യാണം വേണം, ഒരു കുടുംബം വേണം, ഒരു ജീവിതം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അനിയന്മാരെ എല്ലാവരും കൂട്ടുപിടിക്കുന്നുണ്ട്. എന്തായാലും സുഭാഷ് ചേട്ടനെ നമ്മളെ നിധിക്ക് നല്ല രീതിയിൽ ഇഷ്ടമാട്ടോ. സ്വന്തം ഏട്ടന്റെ സ്ഥാനം തന്നെയാട്ടോ നമ്മളെ സുഭാഷ് ചേട്ടൻ നിധി കൊടുത്തിട്ടുള്ളത്. സുഭാഷ് ചേട്ടൻ തിരിച്ചും അങ്ങനെ തന്നെയാണ്. എന്തായാലും നിധി മാട്രിമോണിയിൽ ഒരു കല്യാണത്തിന്റെ കാര്യമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു ഒരു ടീം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കണം, ഈ കാര്യങ്ങളൊക്കെ നടത്തണം എന്നാണ് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ സുഭാഷ് ചേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും സുനന്ദയോടുള്ള ഇഷ്ടമുണ്ട്. ഇവരിവിടെ കല്യാണത്തിന്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് നമ്മളെ സുഭാഷ് ചേട്ടൻ സുനന്ദയുടെ കാര്യം ചിന്തിക്കാൻ കേട്ടോ. സുനന്ദ വന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞതും കെട്ടിപ്പിടിച്ചതും ഒക്കെ ആലോചിച്ച് കരയുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ കരയുന്നതൊന്നും ഇവരറിയുന്നില്ല കേട്ടോ. എന്തായാലും മാട്രിമോണിയിലെ ആ ഒരു പെൺകുട്ടിയുടെ ഒരു നമ്പറൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യണം, ആരാണ് സംസാരിക്കുക, എന്തൊക്കെയാ പറയാന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. ആ ഒരു കല്യാണം നടക്കുമോ അതോ സുനന്ദയുമായിട്ടുള്ള കല്യാണമാണോ നടക്കുക, സുഭാഷ് ചേട്ടൻ തന്നെ സമ്മതിക്കുമോ ഇല്ലെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ബൈ.